പലരും മതത്തെ സ്വന്തമായ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭൗതിക നേട്ടങ്ങളില്ലാതെ ലാഭേച്ഛയില്ലാതെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെയും പ്രവാചകന്റെ ചര്യയെയും ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന ദൗത്യമാണ് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാകുന്നു സാൽവേഷനുകൾ പോലെയുള്ള എക്സിബിഷനുകൾ. അതിന്റെ ഭാഗമാകുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അതിവിപുലമായ മണ്ഡലം സമ്മേളനങ്ങൾ. അൽഹംദുലില്ലാ 150ഓളം വരുന്ന കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒരേ സമയത്ത് സമ്മേളനം തീരുമാനിക്കപ്പെടുകയും അതിൽ 90ഓളം സ്ഥലത്ത് ഇതിനകം സമ്മേളനം നടത്തപ്പെട്ടു എന്നുള്ളതും. അതുമാത്രവുമല്ല, 100 കണക്കിന് വരുന്ന ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച സമൂഹത്തിന്റെ മുമ്പിൽ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും വ്യക്തമായ ആദർശത്തെ പ്രബോധനം ചെയ്യാനുള്ള നിരവധി വരുന്ന പ്രഭാഷണ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇതിനകം ആ രംഗത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ മഹത്തായി പ്രസ്ഥാനത്തിന് സാധിച്ചു. അൽഹംദുലില്ലാ, സന്തോഷകരമായ കാര്യമാണ്. ആ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായാണ് നാദാപുരത്തിന്റെ മണ്ണിലും ചരിത്രത്തിലെ നാഴികക്കല്ലായ ഈ മഹത്തായ പരിപാടി തുടർന്നു വരുന്നത്. ഇവിടെ ആർക്കെങ്കിലും എതിരായി ആരെയെങ്കിലും വേദനിപ്പിക്കുകയെന്നോ ആരെയെങ്കിലും കൊച്ചാക്കുക എന്നോ ലക്ഷ്യത്തോടുകൂടിയല്ല മുജാഹിദ് പ്രസ്ഥാനം എന്നും പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത്. മറിച്ച് തെളിവുകളെ മുന്നിൽ വെച്ചുകൊണ്ട്, തെളിവുകളെ മാറ്റുരച്ചുകൊണ്ട് ആർ പറയുന്നതാകുന്നു ശരിയെന്ന് ചിന്തിക്കുന്ന മനസാക്ഷി ആരുടെ മുമ്പിലും പണയപ്പെടുത്തിയിട്ടില്ലാത്ത പ്രബുദ്ധരായ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുക എന്ന ദൗത്യമാണ് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആയുധത്തിന് മൂർച്ച കൂട്ടുന്ന ഒരു സംഘമല്ല. ഞങ്ങൾ ഇരുട്ടിന്റെ മറവിൽ ഗൂഢമായ നീക്കങ്ങൾ നടത്തുന്ന ഒരു സംഘമല്ല. ഈ പ്രപഞ്ചം പോലെ ഒരു തുറന്ന പുസ്തകം പോലെയുള്ള വ്യക്തമായ ആശയ പ്രചാരണത്തിന്റെ മാർഗങ്ങൾ മുൻനിർത്തിയാണ് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വാമൊഴികളിലൂടെയും വരമൊഴികളിലൂടെയും ഈ സമൂഹത്തിന്റെ ദൈക്ഷണികമായ ചിന്താധാരയ്ക്ക് മുമ്പിൽ തെളിവുകൾ അവതരിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചു വരുന്നത്. നാദാപുരത്തിന്റെ മണ്ണിലും ഈ പ്രഭാഷണ പ്രക്രിയക്ക് തുടക്കം കുറിക്കപ്പെട്ടത് അത്തരമൊരു ലക്ഷ്യത്തോടുകൂടിയാണ്. പക്ഷെ പലരെ സംബന്ധിച്ചിടത്തോളമും കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും രാവിനെ പകലാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇന്നലകളിൽ വസ്തുതകൾ വ്യക്തമായി വിലയിരുത്തുന്ന ആളുകൾ തങ്ങളുടെ അനുഭവങ്ങളിലൂടെ തങ്ങളുടെ ജ്ഞാനത്തിന്റെ മുമ്പിൽ നേർക്കുനേർ അനുഭവിച്ച കാര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വീണ്ടും നാദാപുരത്തിന്റെ മണ്ണിൽ തെളിവുകൾ മുൻനിർത്തിക്കൊണ്ട് മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച ഈ മൗലിക ആദർശത്തെ സമൂഹത്തിന്റെ മുമ്പിൽ ഇന്നിന്റെ സാഹചര്യത്തിൽ കൂടുതൽ വ്യക്തമായി പരിചയപ്പെടുത്തുക എന്നതാണ് ഈ പ്രഭാഷണ പരിപാടിയുടെ ലക്ഷ്യമായിട്ടുള്ളത്. ഇതിന്റെ ഗുണഫലം കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിക്കാൻ സാധ്യമായി തീർന്നിട്ടുണ്ട്. നാദാപുരത്തിന്റെ മണ്ണിൽ മാത്രമല്ല, ഈ പരിസര പ്രദേശങ്ങളുടെ മണ്ണിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ, ഏഷ്യാ ഭൂഖണ്ഡത്തിൽ, ലോകത്തിന്റെ വിവിധ കോണുകളിൽ ആധുനികമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സീഡുകൾ ഉപയോഗപ്പെടുത്താനും അതുവഴി ഈ കഴിഞ്ഞുപോയ മാസങ്ങളിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിനുണ്ടായി തീർന്ന വളർച്ച, അതിന്റെ ഗ്രാഫ് എന്നും മേലോട്ട് തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അൽഹംദുലില്ലാ, നമ്മൾ നാഥനോട് നന്ദിയുള്ളവരായി തീരുക, വിനയാന്വിതരായി തീരുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടിയിൽ ഇന്ന് ഇവിടെ നമ്മോട് സംസാരിക്കുന്നത് ഷാർജ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രസിഡന്റ് ബഹുമാന്യനായ ഹുസൈൻ സലഫി അവർകളാണ്. അദ്ദേഹത്തിന് മഹത്തായി ആദർശത്തിന്റെ പ്രബോധന മാർഗത്തിൽ ഇനിയും ധീരമായ തന്റെ പങ്ക് നിർവഹിക്കാൻ റഹ്മാനായ റബ്ബ് തൗഫീഖും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് UAE-യിൽ നിന്നുള്ള ബഹുമാന്യനായ ഷെയ്ഖ് ജാബിർ ഖൈലി അവർകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ പരിപാടിയിൽ നമ്മുടെ ജാമിയ അൽ ഫുർഖാനിന്റെ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തേക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന കലണ്ടറിന്റെ പ്രകാശനം നിർവഹിക്കപ്പെടുന്നുണ്ട്. കലണ്ടർ പ്രകാശനം ചെയ്യുന്നത് ബഹുമാന്യനായ സൈഫുല്ലാ ഖാസിം അവർകളാണ്. അത് ഏറ്റുവാങ്ങുന്നത് ബഹുമാന്യ പണ്ഡിതൻ സക്കരിയ സലാഹി അവർകളാണ്. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന ബഹുമാന്യരായ പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും ഇവിടെ നടക്കുന്ന പരിപാടി ശ്രവിക്കുന്നതിനു വേണ്ടി കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സത്യം ഗ്രഹിക്കുന്നതിനു വേണ്ടി എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഒരു കാര്യം പ്രത്യേകം ഉണർത്തുന്നു. ഈ മഹത്തായ പ്രഭാഷണ പരിപാടി നാദാപുരത്തിന്റെ മണ്ണിൽ രൂപീകരിക്കപ്പെട്ട ജാമിയ അൽ ഫുർഖാൻ എന്ന സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് തീർച്ചയായും ഒരു രാസത്വരകമായി തീർന്നിട്ടുണ്ട്.
ആ സ്ഥാപനം കേരള നദുവത്തുൽ മുജാഹിദീൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ ഏവരുടെയും ഉത്തരവാദിത്തമാണ്. അതിന്റെ ഭാഗമായി തയ്യാറാക്കപ്പെട്ട കലണ്ടർ അതിന്റെ വില നൽകുന്നതിനു പകരം നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഒരു സംഭാവന നൽകിക്കൊണ്ട് ആ കലണ്ടർ സ്വന്തമാക്കണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആവശ്യപ്പെടുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പണ്ഡിതർക്കും നേതാക്കൾക്കും പൊതുസമൂഹത്തിന് മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജാമിയ ഉൽ ഫുർഖാൻ പുറത്തിറക്കിയ കലണ്ടറിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ബഹ്റൈൻ ഇസ്ലാഹി സെന്റർ ജനറൽ സെക്രട്ടറി ജനാബ് സൈഫുല്ലാ ഖാസിമിനെ ബഹുമാന പുരസ്കാരം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങാൻ വേണ്ടി ബഹുമാനപ്പെട്ട സക്കരിയ സലാഹിയെയും ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون. يا أيها الرجل المريد نجاته اسمع مقالة ناصح معباني. كن في أمورك كلها متمسكا بالوحي لا بزخارف الهذيان. وانصر كتاب الله والسنن التي جاءت عن المبعوث بالفرقان. واضرب بسيف الوحي كل معطل ضرب المجاهد فوق كل بنان. واصدع بما قال الرسول ولا تخف من قلة الأنصار والأعوان. فالله ناصر دينه وكتابه والله كاف عبده بأمانه. വേദിയിലും ഈ മഹത്തായ വിജ്ഞാന സദസ്സിലും വന്നു ചേർന്നിട്ടുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ,
സുഹൃത്തുക്കളെ, UAE-യിൽ നിന്നും